നമ്മളിന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് പഞ്ചോടി ബീച്ചിനടുത്തുള്ള മറൈൻ വേൾഡിലാണ്. മറൈൻ വേൾഡിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് അക്വേറിയമാണ്. അപ്പോൾ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മെയിൻ എൻട്രൻസിലേക്ക് നടക്കുകയാണ്. ഇവിടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 10:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ്. അപ്പോൾ ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തി. എന്നാലും അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഫില്ലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും എനിക്കൊന്ന് ഞങ്ങൾ എത്തുന്നത് ക്രിസ്മസ് ഹോളിഡേയ്സിനോടനുബന്ധിച്ചുള്ള ആ ദിവസങ്ങളാണ്. അപ്പോൾ ആ വെക്കേഷൻ ടൈമും കൂടെ ആയതുകൊണ്ടാണോന്നും അറിയില്ല, അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ മെയിൻ എൻട്രൻസിലൂടെ കയറുകയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ അങ്ങനെ ആരോ കണ്ടു. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നവർക്ക് വീൽ ചെയറിൽ അങ്ങനെ സഞ്ചരിക്കേണ്ടവർക്ക് അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എല്ലാം നമുക്ക് വന്ന് ഫുൾ അങ്ങനെ കാണത്തക്ക രീതിയിൽ നല്ലൊരു അക്വേറിയം തന്നെയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ അക്വേറിയം മാത്രമല്ല, ബേഡ്സ് പാർക്കുണ്ട്, അതുപോലെ 3D ഷോകളുണ്ട്. കുഞ്ഞു മക്കളെയും കൊണ്ട് വരുന്നവർക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ ഇതിനകത്തും പുറത്തൊക്കെ ആയിട്ട് ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ, നമുക്ക് റീഫ്രഷ്മെൻറ്റിന് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഫിഷിൻ്റെ തന്നെ ആയതുകൊണ്ട്, മറൈൻ തന്നെ ആയതുകൊണ്ട് മറൈൻ വേൾഡിൽ ലക്ഷ്യമാക്കി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് ഒരു സൈഡിലാണ് ബേഡ്സ് പാർക്കും, ഒരു സൈഡിൽ ചിൽഡ്രൻസ് പാർക്കും റെസ്റ്റോറൻറ്റുമാണ്. അങ്ങനെ നമ്മൾ മറൈൻ വേൾഡിൻ്റെ അല്ലെങ്കിൽ മെയിൻ മറൈൻ അക്വേറിയത്തിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ വന്നു. ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമ്മൾ എൻട്രി ലക്ഷ്യമാക്കി പോവുകയാണ്. ഇപ്പോൾ ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് ആ തീമിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇങ്ങനൊരു കാറിനകത്ത് കുറേ ഫിഷ് ഉണ്ട്, അതുപോലെ 2 സൈഡിലുമായിട്ട് പിന്നെ പെട്ടിയോട്ടയുടെ തീമിലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഒരു സെക്ഷൻ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് തീം തന്നെയാണ്, അധികം വെട്ടമൊന്നുമില്ല. അപ്പം ഓരോ മീനും വളരുന്ന ഓരോ സാഹചര്യം ഉണ്ടല്ലോ, അതിനനുസരിച്ചായിരിക്കും. നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ആദ്യം കയറുമ്പോൾ ഇച്ചിരി ഇരുട്ടൊക്കെ ആയിട്ടുള്ളൊരിതാണ്. ഓരോ ഫിഷിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ സൈഡിൽ എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതിലൂടെ നടന്ന് ഓരോ സെക്ഷനായിട്ടാണ് മറൈൻ വേൾഡായിട്ട് ഇതിനകത്ത് മീനുകളുടെ അക്വേറിയം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറുന്നത്. അപ്പം ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അതിൻ്റെ താഴെ വലിയ മീനുണ്ട്. അവിടെയും നമ്മുടെ ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഫിഷ് സ്പായുടെ അവിടെയും ചെരുപ്പ് നമ്മൾ കാലിൽ നിന്ന് ഊരണം. അപ്പം ഫിഷ് സ്പാ അതിനകത്ത് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ടൈമിംഗ് ഒന്നുമില്ല, എത്ര നേരം വേണേലും ഇരിക്കാം തോന്നുന്നു. ഞങ്ങൾ ടൈമിംഗ് അവിടെ എഴുതി വെച്ചേക്കുന്നത് ഞാൻ കണ്ടില്ല. ഒത്തിരി പേര് ഒത്തിരി നേരം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മീനൊക്കെ. അപ്പോൾ ഞാനും കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ പിള്ളേർ സമ്മതിക്കാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ നിന്ന് എണീക്കുകയാണ് ചെയ്തത്. അപ്പം ഫിഷ് സ്പായൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ എടുക്കുന്ന ആ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് ഫ്രീ ആണ്. ഫിഷ് സ്പായും അതുപോലെ ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസും ഉണ്ട്. അത് രണ്ടും നമുക്ക് നമ്മുടെ ടിക്കറ്റിൽ ഉൾപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ അകത്ത് ഇതിന് വേറെ ചാർജ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് ഇവിടെയും കുറച്ച് നമുക്ക് റീഫ്രഷ്മെൻറ്റ്സിന് വേണ്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയും കുറച്ച് തീമുകളും ഫ്രെയിംസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞ് പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്, അത് കഴിഞ്ഞൊരു ഫിഷ് സ്പാ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കയറുന്നത് ഒരു സ്നോ വേൾഡിൻ്റെ തീം എന്നൊക്കെ പറയാം. ആ രീതിയിൽ ക്രമീകരിച്ച് മീനിനെ വളർത്തുന്ന ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ അതിൻ്റെ 2 സൈഡിലും നന്നായിട്ട് നിറയെ ടാങ്കുകളായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഓപ്പൺ ടാങ്ക് വന്ന നമ്മുടെ സ്വിമ്മിംഗ് പൂളൊക്കെ പോലെ ബിൽഡ് ചെയ്തേക്കുന്ന രീതിയിൽ മീൻ വളർത്തുന്നുണ്ട്. പിന്നെ ഇവിടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ നിൽപ്പുണ്ട്. നമുക്ക് നമ്മൾ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ഫോട്ടോസ് എടുത്തു തരും. അതിന് ആ കൂപ്പണും കൊണ്ട് വെളിയിൽ ചെല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കോപ്പി കാശ് കൊടുത്ത് മേടിക്കാവുന്നതാണ്. അതിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പം നമ്മൾ പിന്നെ കയറുന്നത് റെയിൻ ഫോറസ്റ്റാണ്. അങ്ങനെ ഓരോ തീമിലാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു സെഷൻ മാത്രമേ ഡാർക്ക് ഉള്ളായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ അവിടെ കയറിയപ്പോൾ അയ്യോ ഇത്രയും പൈസയും കൊടുത്ത് കയറിയതും എന്തോ മോശമായല്ലോ, ഒന്നും ഇല്ലല്ലോ എന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ചെങ്കിലും, പക്ഷേ ഓരോ സെഷനിലോട്ട് കയറുമ്പോഴും നമ്മുടെ ഒത്തിരി വെറൈറ്റീസും ഉണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷനും ഒക്കെ അപ്പോൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. ഇപ്പോൾ ഫോട്ടോസ് എടുക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ വീഡിയോ എടുക്കുന്നവർക്കൊക്കെയാണ് നന്നായിട്ട് ക്യാച്ച് ചെയ്തൊക്കെ രീതിയിൽ ഓരോ തീമിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. നമുക്കെല്ലാം പറഞ്ഞുതരും. ഇപ്പോൾ നമ്മളെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ നന്നായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ സെഷൻ ഇങ്ങനെ കണ്ട് നടക്കുകയാണ്.
ഇത് നിങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ കല്ല് പോലെ തോന്നിക്കാണും, പക്ഷേ ഇതൊരു ഫിഷാണ്, സ്റ്റോൺ ഫിഷാണ്. ഇത് ഭയങ്കര പോയ്സണായിട്ടുള്ളൊരു ഫിഷാണെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നിങ്ങളിപ്പം ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്തൊക്കെ രീതിയിൽ ഇവിടെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഫുഡ് കഴിക്കാനും റീഫ്രഷ്മെൻറ്റിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനോടൊപ്പം തന്നെ നടന്ന് കണ്ട് പിള്ളേർക്കാണെങ്കിൽ ചിൽഡ്രൻസ് പാർക്കും എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മിനിമം നിങ്ങൾക്ക് അത്ര ഫാസ്റ്റായിട്ട് വന്ന് പോവുകയാണെങ്കിൽ പോലും മിനിമം ഒരു 3 hours നടന്ന് കാണത്തക്ക രീതിയിലുള്ള കാഴ്ചകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യും, ഒരിക്കലും ബോറടി ആയിട്ടും തോന്നില്ല. പിന്നെ നമുക്ക് ഓരോ ഇതിനും സെപ്പറേറ്റ് പേ ചെയ്തിട്ടാണെങ്കിലും നടന്ന് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു നിങ്ങളുടെ ഒരു വീക്കെൻഡ്, ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ മറൈൻ വേൾഡ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പിന്നെ ഒന്നിൽ കൂടുതൽ പോയാലും ബോറടിയും തോന്നത്തില്ല. കാരണം ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തീമും നമുക്കിതൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരിക്കലും ബോറിംഗ് ആയി തോന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ. പിള്ളേരെയും കൊണ്ടൊക്കെ വന്നാൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ സാധാ അക്വേറിയങ്ങളിൽ കാണാത്ത രീതിയിൽ അവർ പറയുന്ന പോലെ തന്നെ 300 സ്പീഷീസ് ഉണ്ടെന്നാണ് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ കാണാം നമുക്ക് വെറൈറ്റീസ്, നമ്മൾ ഇതുവരെ കാണാത്ത പല അക്വേറിയങ്ങളും കാണാത്ത ഒത്തിരി വെറൈറ്റികൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ ഓരോ സെഷൻ കണ്ട് നടക്കുകയാണ്. ഇവിടുത്തെ വേറൊരു അട്രാക്ഷനാണ് അണ്ടർ വാട്ടർ ടണൽ. ഇത് പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പിള്ളേർക്ക് നല്ല നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തൂടെ ഒക്കെ മീൻ പോകുന്ന ഒരു ഇതാണല്ലോ, നല്ലൊരു ഫീലിംഗ് ആണിത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്ക് ഇവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ അകത്ത് കാഴ്ചകളൊക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴും നല്ലൊരു ആംബിയൻസാണ്. നമുക്ക് റെസ്റ്റ് ചെയ്യാനും അത്യാവശ്യം ചായയും കാപ്പിയൊക്കെ കിട്ടുന്ന നല്ല റീഫ്രഷ്മെൻറ്റ്സിന് വേണ്ടുന്ന ഷോപ്പുകളും സുവനീർ ഷോപ്പുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഫിഷ് ഫീഡിങ്ങും. അപ്പോൾ നമ്മൾ ഫിഷിന് ഫീഡ് ചെയ്യുന്നതിന് മുൻപും ശേഷവും കൈ കഴുകണം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് പിന്നെ എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യമില്ല. കൈ കഴുകി കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റാഫുണ്ട്, നമുക്ക് മീനിൻ്റെ തീറ്റ തരും.
അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും പിള്ളേർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അങ്ങനെ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വരുമ്പം നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ തന്നെ വയനാടൻ ഐറ്റംസ് കിട്ടുന്ന ഒരു വയനാടൻ ഷോപ്പും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ നടക്കുമ്പം എക്സിറ്റിലോട്ട് പോകുന്ന വഴിക്കായിട്ടാണ് നമ്മൾ ഈ ഒരു 3D ഷോയുടെ ഇത് കണ്ടത്. അക്വേറിയത്തിൻ്റെ ഉള്ളിൽ എക്സിറ്റ് കേട്ടോ. അപ്പോൾ വരുമ്പം അത് സ്പേസിൻ്റെയൊക്കെ ഫോട്ടോ കണ്ടപ്പോൾ മോൻ എന്തായാലും അതിനകത്ത് കയറണം എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും അവന് തന്നെ കയറാനും പേടി. അപ്പോൾ പിന്നെ ഞാനും അവനും കൂടെ അതിനകത്ത് കയറി. അതിൽ ഒരാൾക്ക് 50 രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ഒരു സ്പെറ്റ്സ് ഉണ്ടല്ലോ, അതിനും എക്സ്ട്രാ ഓരോ സ്പെറ്റ്സിന് 50 രൂപ വെച്ച് അങ്ങനെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വരുമ്പോൾ അടുത്തത് ഒരു മറൈൻ 360 ഡിഗ്രി എന്നുണ്ട്. ഇതിനും എക്സ്ട്രാ ചാർജാണ്, 50 രൂപയാണ് ഇതിൻ്റെയും ചാർജ്. അങ്ങനെ പിന്നെ ഇതിനകത്തുള്ള വേറെ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ എക്സ്ട്രാ ഇതുപോലെ പേ ചെയ്യണം. അതുപോലെ ഫിഷിനെ പിടിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്, അതിനും സെപ്പറേറ്റ് പേ ചെയ്യണം. അപ്പോൾ നമ്മൾ മറൈൻ വേൾഡിലോട്ട് കയറുന്ന അക്വേറിയത്തിലോട്ട് കയറുന്ന ടിക്കറ്റിൽ നമുക്ക് ഫിഷ് സ്പായും ഫിഷ് ഫീഡിങ് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ മറൈൻ വേൾഡിലെ നമ്മുടെ അക്വേറിയം കണ്ടിങ്ങനെ ഇറങ്ങി വരുന്ന സൈഡിൽ തന്നെയാണ് ചിൽഡ്രൻസ് പാർക്ക്. അപ്പോൾ അതിൻ്റെ അടുത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് എല്ലാ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ കയറി ഭക്ഷണവും കഴിച്ചിട്ട് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.